അക്ഷയ്, തൃശൂർ ബി ജെ പി ഓഫീസിന്റെ മുൻ ഓഫീസ് സെക്രട്ടറിയുടെ പ്രതികരണമാണ് കേൾക്കുന്നത്. അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് 17 ചാക്കുകളിലായി 25 കോടി രൂപയുടെ കുഴൽപ്പണം, അതായത് കള്ളപ്പണം, അത് BJP ഓഫീസിലേക്ക് എത്തി എന്നുള്ളതാണ് അക്ഷയ് ഉന്നയിക്കുന്ന ആരോപണം. അക്ഷയ് വെളിപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഇടപാടുകൾ അറിഞ്ഞതിനെ തുടർന്ന് തന്നെ പുറത്താക്കി എന്നുള്ള കാര്യവും പറയുന്നു. CCTV ഓഫ് ചെയ്യാൻ പറഞ്ഞെന്നുള്ള ആരോപണവുമാണ് അക്ഷയ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നിട്ടുള്ള BJPയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നിട്ടുള്ള അനധികൃത പണം ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പണം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കുറെ റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഉന്നയിക്കുന്ന തീർത്തും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. 25 കോടി രൂപയുടെ കള്ളപ്പണം എത്തി താൻ കണ്ടു എന്നുള്ള കാര്യമാണ് അക്ഷയ് പറയുന്നത്. എന്താണ് പൂർണ്ണമായും അയാൾ പറയുന്നതിന്റെ വിവരങ്ങൾ, അതിന്റെ ഗൗരവ സ്വഭാവം എത്രത്തോളമാണ്? ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിട്ട് BJPയിൽ നിന്ന് എന്തെങ്കിലും നടപടിയോ അദ്ദേഹത്തിന് കിട്ടിയ മറുപടിയോ എന്താണ്? അക്ഷയ, കള്ളപ്പണം എത്തി എന്നുള്ളത് മാത്രമല്ല, അത് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ്. അതാണ് അക്ഷയ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉള്ളത്. അതായത് 17 ചാക്കുകളിലും ഒരു പച്ച കളർ ബാഗിലുമായി ഈ BJP ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോഭവനിലേക്ക് പണം എത്തിയിരുന്നു. അതിനുശേഷം ഇലക്ഷൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഓഫീസ് സെക്രട്ടറിയോട് ഈ ഒരു സ്ത്രീയും മറ്റൊരാളും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ അവിടെ നിന്ന് ഈ CCTV ഓഫ് ചെയ്യാനായി പറയുന്നു. അതിനുശേഷം ഈ CCTV ഓഫ് ചെയ്യാനായി തനിക്ക് അറിയില്ല എന്ന് അക്ഷയ് പറയുന്നു. അതിനുശേഷം ഈ ഇലക്ഷന് എത്തിച്ച പണത്തിൻ്റെ ബാക്കിയുള്ള പണം പൂർണ്ണമായും അവിടെ നിന്ന് കടത്തി 1 കോടി രൂപ ഒരു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറിൽ കടത്തിക്കൊണ്ടുപോയി. അതിന് ശേഷം ബാക്കിയുള്ള തുക മുഴുവനായി അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അക്ഷയ് പറയുന്നത്. അതിൽ BJP മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന ഇപ്പോഴത്തെ സംസ്ഥാന ഉപാധ്യക്ഷനായ KK അനീഷ് കുമാറും അതുപോലെ തന്നെ മുരളി കൊളങ്ങാട് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഈ പണം കടത്തിക്കൊണ്ടുപോയത് ഇലക്ഷൻ ചെലവുകൾക്ക് കഴിച്ച് ബാക്കിയുള്ള തുകയാണ് ഇത്രയധികം ഉണ്ടായിരുന്നത് കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് അക്ഷയ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും CCTV അന്ന് ഓഫ് ചെയ്തിരുന്നില്ല. പക്ഷേ ആ CCTV ഓഫ് ചെയ്യാത്തതിനാൽ DVR മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലിരിക്കുന്ന പുതിയ DVR ആണ്. അന്ന് നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ആ DVRൽ ഉണ്ടാകില്ല എന്നും അക്ഷയ് പറയുന്നു. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.